ഏത് ഭക്ഷണവും നമുക്ക് അമുസ്ലിമീങ്ങൾക്ക് അവർ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഏത് ഭക്ഷണവും നമുക്ക് അവർക്ക് കൊടുക്കാം. പക്ഷെ ഉദ്ഹിയ്യത്തിന്റെ മാംസം അവർക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് അവരെ ചതിക്കലാണ്. കാരണം അത് നമ്മളൊരു മതകർമ്മം, ബലികർമ്മം എന്ന് പറയുന്ന ഒരു ബലി നടത്തിയ മാംസം. ആ ബലി നടത്തിയ മാംസം നമ്മളെ മതക്കാർക്ക് മാത്രം അത് വരും. അല്ലാതെ നമ്മളൊരു കർമ്മം നടത്തിയിട്ട് അവർക്ക് കൊടുക്കൽ ശരിയില്ലല്ലോ. അവരെ അമ്പലത്തിൽ നിന്ന് ഒരു ബലി നടത്തിയിട്ട് നമുക്ക് കൊണ്ടുതന്നെ നമുക്ക് ദേഷ്യം പിടിക്കൂലേ? അത് അവരോട് നമുക്ക് വെറുപ്പല്ലേ ഉണ്ടാകുക. അപ്പൊ അതുപോലെ എല്ലാറ്റിനും നിയമമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും എല്ലാ സ്ഥലത്തും നിയമങ്ങളുടെ നിയമം തന്നെ നിയമത്തിന്റെ റൂട്ടിൽ എങ്ങനെ പോകും. അതാരും വർഗീയതയായിട്ടോ മോശമായിട്ടോ തെറ്റിദ്ധരിക്കരുത്. നമ്മളൊരു പ്രഭാകരൻ ഉണ്ടായിരുന്നു, നമ്മുടെ സിറാജുൽ കോളേജൊക്കെ അടുത്ത ഒരു പ്രഭാകരൻ ഉണ്ടായിരുന്നു. നല്ല ഒരു മേസ്തിരിയാണ്, കോൺട്രാക്ടറാണ്. ഒരുപാട് കോടിക്കണക്കിന് റുപ്യന്റെ വർക്ക് നമ്മളെ കീഴിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം എവിടെ പോകുന്നറിയോ? ഇവിടെ ശബരിമല എല്ലാ കൊല്ലവും പോകുന്ന സമയത്ത് എന്റെ അടുത്ത് വരും. എന്നിട്ട് സിറാജിലൊക്കെ ഒരു 100 റുപ്യ, എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പോകും. അങ്ങനെ പ്രഭാകരൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോന്ന് എനിക്കറിയില്ല, കാലം കുറേയായി ഞാൻ കാണാത്തത്. ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. നല്ല സൗഹാർദ്ദം കാണിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഈ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സിറാജുൽ ഹുദയിൽ ചായ കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല. പിന്നെ അവര് ഹൈന്ദവരുടെ ഭക്ഷണം മാത്രമേ കഴിക്കൂ. അവർക്ക് അങ്ങനെ ഒരു അത് പ്രഭാകരന്റെ വർഗീയതയാണെന്നാണ് തിരിച്ചേക്കുന്നത്. അതവരുടെ മതത്തിന്റെ അവരുടെ ആചാരത്തിന്റെ ഒരു നിയമമാണ്. ആ നിയമം പാലിക്കൽ അത് വർഗീയതയല്ല. വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തെ ബുദ്ധിമുട്ടിക്കുന്ന നിലക്ക്, ഒരു വർഗത്തിന് പ്രയാസമുണ്ടാക്കുന്ന നിലക്ക് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അതാണ് വർഗീയത. അതായത് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നു, ഹിന്ദുക്കൾക്ക് എന്ത് പ്രയാസം ഉണ്ടായില്ല, അങ്ങനെ ഒരു ഇസ്ലാമില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അല്ലെ ക്രിസ്ത്യാനിക്ക് എന്ത് പ്രശ്നമായാലും ഇല്ല, അങ്ങനെ ഇസ്ലാമിലില്ല. ഇസ്ലാമില് അഹിബ്ബൽ ഇന്നാസി നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു, മനുഷ്യന്മാർക്ക് നീ ഇഷ്ടപ്പെടണം. മാ തുഹിബ്ബുലി നഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടണമെന്നാണ്. മുസ്ലിമിയൊക്കെ ഇഷ്ടപ്പെടണമെന്നല്ല പറഞ്ഞത്. മനുഷ്യരെ മനുഷ്യരായി കാണുക, അതാണ് ഇസ്ലാം. അവിടെ വിവേചനമില്ല, വർഗീയതയില്ല, അതുപോലെ തന്നെ യാതൊരു അക്രമവും ഇല്ല. ഇസ്ലാം വളരെ ഭദ്രമാണ്, വളരെ സുന്ദരമാണ്. ആ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് പൂർവ്വകാല മുസ്ലിമീങ്ങളെ ജീവിതം നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അക്ഷരം നോക്കിയിട്ടായാൽ അബദ്ധം വരും. എങ്ങനെ? അത് ഞാനൊരു നാടൻ ഉദാഹരണം പറഞ്ഞു. ഒരാളൊരു ആസ്പത്രിയിൽ വന്നു. ആസ്പത്രിയിൽ 10-100 കൊല്ലായിട്ട് നടക്കുന്ന ഒരു ആസ്പത്രിയാണ്, മെഡിക്കൽ കോളേജാണ് കുട്ടികള്. അപ്പൊ വന്നപ്പോ ഇയാള് നേരെ കയറി വന്നിട്ട് ചുമരിന്റെ മേല് കാർക്കിച്ചൊന്ന് തുപ്പി. ആസ്പത്രിന്റെ ചുമരുമേൽ കാർക്കിച്ച് തുപ്പി. അപ്പൊ വാച്ച്മാൻ വന്ന്, സെക്യൂരിറ്റി വന്ന്, എന്നിട്ട് ഇവിടെ തുപ്പുന്നു ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യാൻ? അവിടെ എഴുതി വെച്ചത് കണ്ടില്ലേ, ഇവിടെ തുപ്പുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. അപ്പൊ ഈ സെക്യൂരിറ്റി പറഞ്ഞ്, എവിടെ ചങ്ങാതി, അതിവിടെ എഴുതി വെച്ചിട്ട് 100 കൊല്ല, ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യൻ അവിടെ തുപ്പിയിട്ടില്ല. അവരുടെ തുപ്പിയെ അവർ തുപ്പിയതിന്റെ നേരെ ചോണയുണ്ട്, ഒരു തൊട്ടി വെച്ചിരിക്കും, ഒരു ബക്കറ്റ്, ഒരു തൊട്ടി, അതിൽ കുറെ പൂയി ഇട്ടിട്ടുണ്ട്. അതിലാണ് ഇന്ന് വരെയുള്ള ആളുകൾ തുപ്പിയത്. പക്ഷെ എഴുതിയത് ചുമരുമ്മലാണ്, തുപ്പിയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എവിടെയാ? ചുമരുമ്മലല്ല, ഈ ബക്കറ്റിൽ, ഈ തൊട്ടിയിൽ പൂയിട്ട് വെച്ച അതിൽ തുപ്പുക എന്ന് പറഞ്ഞുകൊണ്ട് തുപ്പിയിട്ടേ പോവാൻ പാടുള്ളൂ എന്നല്ല. അഥവാ തുപ്പേണ്ടി വന്നാൽ ഇവിടെ മാത്രമേ തുപ്പാവൂ എന്നതിന്റെ അർത്ഥം. അല്ലാതെ തുപ്പണം, തുപ്പിയിട്ടല്ലാണ്ട് പോകാൻ പറ്റൂല, അതല്ല. അപ്പൊ ഇവിടെ തുപ്പുക എന്ന് എഴുതിയതിന്റെ അർത്ഥം ഈ ബക്കറ്റിൽ തുപ്പണം എന്നാണ്, അല്ലാതെ അവിടെ അല്ല. അപ്പൊ ഇവൻ പറയാണ്, അതൊന്നും എന്നോട് പറയാം, ഞാൻ ഇവിടെ എഴുതിയാൽ അവിടെ തന്നെ തുപ്പൂന്നല്ലേ. ഇതിനാ പുത്തൻ വാദം എന്ന് പറയുന്നത്. അതായത് ഖുർആന് എങ്ങനെയാണ്, ഹദീസ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കേണ്ടി നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെങ്ങനെ ജീവിച്ചെന്ന് നോക്കിയിട്ടാ. അതില്ലാതെ വാക്കർത്ഥം പിടിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് തുപ്പി. സുബ്ഹാനല്ലാഹ്. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലാണ് അയാൾ വിട്ട്, എല്ലാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. പണ്ട് ഒരു ഇസ്മായിൽ ആജി ഒരാളുടെ കർണാടക, ഇയാൾ എന്നോട്, ഉസ്താദേ ഈ പുത്തൻവാദികളെയും കൊണ്ട് വല്ലാത്ത കൊടുക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താ? അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരാളോട് പറഞ്ഞു, ഈ വാഷ്റൂമിൽ കയറുമ്പോ ബാത്റൂമിൽ കയറുമ്പോ തലമറക്കണോ? അപ്പൊ ഇവൻ എന്നോട് ചോദിക്കുക, തലമറച്ചിട്ട് എന്താ കാര്യോ? ഉള്ളിൽ കയറിയാൽ ഏതെങ്കിലും സ്ഥലം മറക്കാത്ത ഉണ്ടാവുമോ? പിന്നെ തലമാത്രം മറച്ചിട്ട് എന്താ ഇവന്റെ ചോദ്യം?
ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ചോദ്യകർത്താക്കന്മാരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ മതം എന്താണ്, മതത്തിന്റെ നിയമം എന്താണ് എന്ന് അവർക്ക് അറിയില്ല. അപ്പൊ അവര് പലതും ഇങ്ങനെ പറയും. അതിലൊന്നും പെട്ടുകൊണ്ട. ഒരാൾ പറഞ്ഞില്ലേ അർത്ഥത്തിനേക്കാളും നല്ല ചത്തതാണെന്നല്ലോ. അപ്പൊ എന്താന്ന് ചോദിച്ചു, അർത്ഥം നമ്മൾ കൊല്ലുന്നില്ലേ, ചത്തത് അല്ല ഡയറക്റ്റ് കൊന്നതല്ലേ. ഓരോരുത്തരുടെ ന്യായമാണ്. അതുപോലെ ന്യായം പറയുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഈ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതും മുർത്തദ്ദാകുന്നതും ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതൊക്കെ പലതും വാക്കർത്ഥമ പിടിക്കുന്ന കക്ഷികൾ. ഇവൻ എന്ത് ചെയ്യുന്ന പറയും, ഇവൻ അതും കഴിഞ്ഞിട്ട് ആസ്പത്രിയിൽ കയറി ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടോക്കനും എടുത്ത് ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ക്യൂ നിൽക്കുമ്പോ ഇവൻ എന്ത് ചെയ്യുന്ന അറിയോ, നേരെ പോയിട്ട് ഡോക്ടറുടെ റൂമിലങ്ങ് കയറി. റൂമിൽ സുബ്ഹാനല്ലാഹ് റൂമിൽ കയറിയപ്പോൾ ആൾക്കാർ കയറലടാ. കയറിയാലെന്താ, എന്താ നീ കണ്ടില്ല അവിടെ എഴുതി വെച്ച് അന്യർക്ക് പ്രവേശനമില്ല, പിന്നെ നീ എങ്ങനെ കയറി? അവിടെ ഡോക്ടർക്കും സിസ്റ്റർക്കും ഒക്കെ കയറാണല്ലേ. അപ്പൊ ഇവൻ പറയാ, ഓ നിങ്ങൾ അതിന്റെ അങ്ങേപ്പുറം കണ്ടില്ല, ആ ചുമരുമല് വായിച്ചു നോക്ക്, ആരും അന്യരല്ല. അപ്പൊ അതിന്റെ അപ്പുറത്തും ആരും അന്യരല്ല എന്നുണ്ട്. അതാ മൂപ്പരെ തെളിവ്. കയറാനേ കേറിയത് മാത്രല്ല, കേറിയിട്ട് ഇവൻ ഡോക്ടറുടെ ആ പ്രഷർ പരിശോധിക്കുന്ന സാധനവും അതുപോലെ ടെലസ്കോപ്പ് കൊടുത്തിട്ട് അയാള് മെല്ലെ പുറത്തേക്ക് വരികയാണ്. അപ്പൊ പോലീസുകാരത് പിടിച്ചു. എന്താടാ ഈ സാധനം എടുത്തു കൊണ്ടുപോകുന്നത്, നീ എന്താ ഇതിന്റെ ഉള്ളിൽ കയറിയെന്ന് ചോദിച്ചു. അവരെ ഉള്ളിൽ കയറിയതോ, ഉള്ളിൽ കയറിയത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അന്യർക്ക് പ്രവേശനമില്ല. അപ്പുറത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആരും അന്യരല്ല. അപ്പൊ ഞാൻ കടന്ന് അതായിക്കോട്ടെ, എന്താ ഇതെന്താ എടുക്കാൻ കാരണം എന്ന് വെച്ചു. ഇതെന്താ എടുക്കാൻ കാരണം, ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അല്ലേ, നിങ്ങൾ അതിന്റെ അങ്ങനെ ചുമരുമൽ വായിച്ചു നോക്ക്, പൊതു മുതൽ സ്വന്തം എന്ന് കരുതണം. അപ്പൊ പൊതു മുതൽ സ്വന്തം എന്ന് കരുതണമെന്ന് എഴുതി വെച്ചിട്ടില്ലേ. അപ്പൊ ഇത് പൊതു മുതലല്ലേ, സ്വന്തം എന്ന് കരുതിയാ പിന്നെ എടുക്കെടുത്ത് പോകുന്നതിന് എന്താ? ഇപ്പൊ എല്ലാറ്റിനും തെളിവില്ലേ, എല്ലാറ്റിനും തെളിവുണ്ട് അല്ലേ. ഇതുപോലെയാണ് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ. അവിടെ ഒക്കെ നോക്കേണ്ടത് എങ്ങനെ ഇന്നേ വരെയുള്ള ആളുകൾ നടന്നു വന്നത് നോക്കണം. ഇന്നേ വരെയുള്ള ആളുകൾ എങ്ങനെ നടന്നു വന്നു, അതാണ് ഇസ്ലാം. അപ്പൊ എല്ലാ വിഷയത്തിലുള്ളത്, എല്ലാ കാര്യത്തിലുള്ളത് ഇന്ന് വരെയുള്ള ആളുകൾ നടന്നു വന്നത് എങ്ങനെയാണ്. അപ്പൊ ഇന്ത്യ രാജ്യത്ത് 1400-ലധികം കൊല്ലമായിട്ട് ഇസ്ലാം മതം വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിമീങ്ങൾ എത്ര സൗഹാർദ്ദത്തിലാണ് ഇവിടെ ജീവിച്ചു വന്നത്. അതേ സൗഹാർദ്ദം പുലർത്തി തന്നെയാണ് എന്നും ജീവിക്കേണ്ടത്. ഒരിക്കലും ഒരു മുസ്ലിം ചെറുപ്പക്കാരനും തീവ്രവാദിയോ ഭീകരവാദിയോ അക്രമകാരിയോ വർഗീയവാദിയോ ഒന്നും ആകാൻ പാടില്ല. അതിനൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മുൻഗാമികളായ മഹാന്മാരാണ് ഇവിടെ പഠിപ്പിച്ചു തന്നത്. അവരെ ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. നമ്മുടെ തടീച്ചക്ക് വഴിപ്പെട്ടൊന്നും ജീവിക്കരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പോൾ നീട്ടി സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. നമുക്ക് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇഖ്ലാസ് വേണം. പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി നമ്മൾ പ്രവർത്തിക്കണം. വേറെ ഭൗതികമായ ലക്ഷ്യങ്ങളൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. അൽഹംദുലില്ലാഹ് ഇവിടെ എന്താണ് ത്വയ്ബ, അതല്ലേ ആ കാണുന്നത് അല്ലേ? ത്വയ്ബ, ത്വയ്ബ എന്ന് പറഞ്ഞാൽ അത് മദീനയുടെ ഒരു പേരാ. ത്വയ്ബ, മദീന, യസ്രിബ് ഇങ്ങനെ തുടങ്ങിയിട്ട് മദീനക്ക് കുറെ പേരുകൾ, അതിൽപ്പെട്ട ഒരു പേരാണ് ത്വയ്ബ. അപ്പൊ മദീനയുടെ പേരിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ചെറിയ സ്ഥാപനം, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ദീനിന്റെ ഇൽമ് പറയാന്, കേൾക്കാന്, പഠിക്കാന്, ക്ലാസ് എടുക്കാന്, അതുപോലെ ദിക്ർ ചൊല്ലാന്, ദുആ നടത്താന്, അതിനൊക്കെ വേണ്ടിയാണ് അത് നിർമ്മിക്കുന്നത്. അല്ലാഹു തആല അത് ഖബൂൽ ചെയ്യട്ടെ. അത് നമുക്ക് അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. സുഹൃത്തുക്കളെ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. സിറാജുൽ ഹുദക്ക് ആദ്യമായിട്ട് തറക്കല്ലിടുന്ന ദിവസം ഒന്നുമില്ല, ആകെ 19 സെന്റ് സ്ഥലം, അവിടെ പോകാൻ വഴിയില്ല. പിന്നെ സ്ഥലത്തിന് പൈസയും കൊടുത്തിട്ടില്ല. ചെറിയൊരു പൈസ ആരോടോ കടം വാങ്ങിയിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉടമസ്ഥനോട് തൽക്കാലം തറക്കല്ലിടാൻ വേണ്ടി സമ്മതം ചോദിച്ചിട്ട് അവിടെ തറക്കല്ലിടൽ വെച്ചു. 2 വലിയ ആലിമീങ്ങളെ ക്ഷണിച്ചു. 2 ആളും വഫാത്തായി പോയി. അല്ലാഹു അവരെ ഖബറിൽ ദർജ കൊടുക്കട്ടെ. 2 ആളും, ഒരാൾ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു, മറ്റൊരു വരുമെന്ന് പറഞ്ഞ് നോട്ടീസെല്ലാം ഇറക്കി, പിന്നെ വരുന്നില്ല.
അപ്പോൾ അവിടെയുള്ള വയസ്സായ തങ്ങളുണ്ട്, അതുപോലെ കുഞ്ഞബ്ദുല്ലാജി ഉണ്ട്, വളരെ പ്രായമുള്ളവരാണ്. അവർക്കൊക്കെ ഭയങ്കര സങ്കടമായി. ഞാൻ നന്ന് ചെറുപ്പക്കാരൻ, എനിക്കന്ന് 30 വയസ്സേ. അപ്പോ ഞാൻ നല്ല ചെറുപ്പക്കാരനാണ്. ഞാൻ വരാന്ന് പേടിക്കണ്ട, നമുക്ക് അലിബാബയ്ക്ക് തങ്ങളെ ക്ഷണിക്കാറുണ്ട്. അലിബാബയ്ക്ക് തങ്ങളാണ് സിറാജുൽ ഖാദിയായിട്ട് തറക്കല്ലിട്ട്. അന്നത്തെ ദിവസം ഏതാ മഴ എന്നറിയുന്നത്. സുബ്ഹാനല്ലാഹ്, വഴുതിയിട്ട് നടന്നു പോകാനൊന്നും കഴിയുന്നില്ല. അപ്പൊ എന്തായിരിക്കും അത് രണ്ടാമതൊരു വിഷമോ? പക്ഷെ ഇഖ്ലാസ് ഉണ്ടായിരുന്നു. പടച്ചോന്റെ പൊരുത്തം മാത്രം കരുതി ചെയ്താ. അതുകൊണ്ട് മഴ ഉണ്ടായത് കൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാണ്ട് വേര് പിടിച്ചു എന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല മഴയായിരുന്നു. അപ്പൊ ഇന്നിപ്പോ മഴ പെയ്തുകൊണ്ടൊന്നും നമ്മളൊന്നും ബേജാറാണ്ടി ഒന്നുമില്ല. കൊടുക്കുന്നവനും തടയുന്നവനും അറിയുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കണം. പക്ഷെ റൂട്ട് റെഡി ആയിരിക്കണം. റൂട്ട് തെറ്റിപ്പോകാൻ പാടില്ല. വസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്കുനേരെയായിരിക്കും. അപ്പൊ ഞാനൊരു ചെറിയ സംഭവം പറയാൻ തന്നെ ഇഖ്ലാസിനെ പറ്റിയാണ്. ലോകത്തുള്ള പോലത്തെ എല്ലാ ഉലിയാക്കളും അവരുടെ കിതാബുകളിൽ ഏറ്റവും ബഹുമാനിച്ച് പറയുന്ന ഒരു മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ ഇഖ്ലാസ് പഠിച്ചത് ഒരു ബാർബറിൽ നിന്നാണ്. ഒരു ബാർബർ അല്ലെങ്കിൽ കൊമ്പ് വെക്കുന്ന ആള്, അങ്ങനെയുള്ള ഒരാളെടുത്തുനിന്നാണ് ഞാൻ ഹിജാമ വെക്കുന്ന ഒരു ബാർബർ എടുത്തുനിന്നാണ് ഞാൻ ഇഖ്ലാസ് പഠിച്ചത്. എങ്ങനെ? ഇത് കുന്തുബി മക്ക, ഞാൻ മക്കയിലായി. അപ്പൊ ഞാനൊരു ബാർബർ കണ്ടു. അദ്ദേഹം എന്താ ചെയ്യുന്നത്? നല്ലൊരു പൈസക്കാരന്റെ താടിയും മുടിയെല്ലാം ഒപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ പറഞ്ഞു, ലില്ലാഹി തആല ഇഹ്രിഖുറസി, പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി എന്റെ തലൊന്ന് കളഞ്ഞാളാ, എന്റെ മുടിയൊന്ന് കളഞ്ഞാളാ. പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി തന്നെ, വേറെ ഒന്നും പൈസ കൊടുക്കുന്നു പറഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു. ഓക്കേ എന്ന് പറയുന്നതോടുകൂടി അദ്ദേഹത്തിന് കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. അയാൾ എന്ത് പറഞ്ഞു? ഈ മുതലാളി അപ്പുറത്ത് താടി ഒപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടല്ലോ. മുതലാളി കുറച്ചു നേരങ്ങൾ ഇവിടെ ഇരിക്കി, ഞാൻ മൂപ്പര താടി ഒപ്പിച്ചോട്ടെ, മൂപ്പര മുടികൾ കൊടുക്കട്ടെ. മുതലാളിനെ ഇരുത്തിയിട്ട് എന്റെ മുടികൾ നേടാൻ. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിന് എന്താന്ന് ചോദിച്ചാല്, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നാം മൂപ്പര് പറഞ്ഞു. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പൊ ഞാൻ നിങ്ങൾ ഇന്ന് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക, അതാണ് നിർത്തിച്ചിട്ട് പറ്റില്ല. അതുകൊണ്ട് മൂപ്പര് ആദ്യം കഴിഞ്ഞിട്ട് നിങ്ങളെ പണിയെടുത്ത് തരാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാന് മൂപ്പര് മുന്നിലിരുന്ന് അദ്ദേഹം തുടങ്ങുന്നതിന് മുമ്പ് എന്റെ തല പിടിച്ചൊന്ന് ചുംബിച്ച്. അങ്ങനെ പിന്നെ മുടി കളയാൻ തുടങ്ങി. മുടിയെല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് അദ്ദേഹം ഒരു ചെറിയ കവറ് തന്നു. അതില് ചെറിയ സംഖ്യ ഉണ്ട്. എന്നോട് നിങ്ങൾ ആവശ്യത്തിന് ചെലവായിക്കോളിയത്. പൈസ അങ്ങോട്ട് കൊടുത്തിട്ടില്ല മാത്രല്ല ഇങ്ങോട്ട് തന്ന്. ഞാൻ പണ്ട് ഷാർജയില് സെയ്ത്തില് ഒരു അബ്ദുണ്ടായിരുന്നു ബാർബർ. അപ്പോ എല്ലാ ബാർബർ ഷാപ്പും അടച്ച സമയത്ത് ബാർബറോട് ഞാൻ ചോദിച്ചു, ഞമ്മക്കൊന്ന് താടി ഒപ്പിക്കാൻ പറ്റുമോ? എന്ന് ഒരാള് തുറന്ന് താടിയെല്ലാം ഒപ്പിച്ച് തന്ന്. അപ്പൻ 100 റുപ്യ സിറാജുല്ലേക്കും തന്നു. അപ്പൊ താടി ഒപ്പിച്ച് തന്നു. ഞാൻ ചോദിച്ചു എന്താണ്? അതൊന്നുമില്ല, നിങ്ങള് മുമ്പൊരിക്കൽ ഇവിടുന്ന് വേദ പറഞ്ഞിരുന്നു. അന്ന് നിങ്ങൾ ഒരു കള്ളുടിക്കല്, കള്ള് നജസാണ്, അടുത്ത നജസാണ്, അത് കുടിക്കാൻ പാടില്ല. അൽഹംദുലില്ലാ, ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ കള്ളുടിക്കലുണ്ടായിരുന്നു, ആ വേദന്റെ ദിവസം കുടിക്കില്ല. അപ്പോ നിങ്ങളോട് അതുകൊണ്ട് വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞു അബ്ദു. അങ്ങനെ സിറാജുല്ലേക്ക് പൈസയും തന്നു. അതുപോലെ ബാർബറായത് കൊണ്ട് ഇഖ്ലാസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ടതാണ്, നമ്മളെന്നെ അനുഭവമാണ്. ഞാൻ പറഞ്ഞു, വലിയ ഇഖ്ലാസ് ഉള്ള ബാർബർ മൂപ്പര് ചെറിയ സംഖ്യയും കൊടുത്തു. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു പറഞ്ഞു, ഞാനത് തന്നപ്പോ വാങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ. വാങ്ങി, ഒരാളൊരു ബഹുമാനിച്ച് തന്നാ വാങ്ങണ്ടേ. മനസ്സിൽ ഞാൻ വിചാരിച്ച് എനിക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാല് അദ്ദേഹത്തിന് ഈ ചെയ്ത ഉപകാരത്തിന് പകരം അത് അയാൾക്ക് കൊടുത്തേക്കണോന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് തീരുമാനിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് ഇത് ഉഹുദിയത്ത് മിനൽ ബസറത്തി സുറത്തുൻ, എനിക്കൊരു ബാല്യ പാക്കറ്റ് നല്ല സംഖ്യ ബസറന്ന് ഹദിയായിട്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ ബഗ്ദാദിൽ ഞാൻ അതും എടുത്തിട്ട് അയാളുടെ അടുത്തേക്ക് പോയി. ബാർബർ മൂപ്പര് ഇതെന്താന്ന്
ഞാൻ പറഞ്ഞു പഠിച്ചോൻ എനിക്ക് തന്നാല് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് തരണമെന്ന് എന്റെ മനസ്സുകൊണ്ട് നേരത്തെ വിചാരിച്ച പല്ലാന ഹസലാദി ഇപ്പൊ ഇത് കിട്ടിയത് അതുകൊണ്ട് നിങ്ങളൊന്ന് കബൂലാക്കണം, സ്വീകരിക്കണം. അപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചു, യാ റജുലു, ഓ മനുഷ്യ, ബാർബർ എന്നോട് ചോദിക്കാം, അള്ളാന്റെ മുമ്പിൽ നാണയില്ലേ നിങ്ങൾക്ക്? അള്ളാന്റെ മുന്നിലും നാണല്ലേ നിങ്ങൾക്ക്? ഫൈനൊക്കെ അമർത്തനിയല്ല, നിങ്ങളല്ലേ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങളെ മുടി കളഞ്ഞിരണമെന്ന് എന്നോട് പറഞ്ഞ് സുമ്മ ജീത്തയിലെ ബില്ലുജറത്തിന്റെ ഇപ്പോ അതിന് പകരം സാധനം കൊണ്ട് വന്നിരിക്കുക. നിങ്ങൾ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഇതല്ലേ എന്നോട് പറഞ്ഞ്? അള്ളാഹുവിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്തിട്ട് പിന്നെ വേറൊരാളോട് കൂലി വാങ്ങി അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ മൂപ്പരെന്ന ഇഖ്ലാസ് പഠിച്ചത് എന്ന് പറഞ്ഞു. ആര്? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ജുനൈദുൽ ബഗ്ദാദിനെ ചില്ലറക്കാരനാന്ന് വിചാരിക്കണ്ടോ? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല, വലിയ കറാമത്തുകളുള്ള വലിയ മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്. മൂപ്പരെ കണ്ണിന് ചെങ്കണ്ണ് രോഗമായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, വെള്ളം നനക്കരുതെന്ന് പറഞ്ഞു. വെള്ളം നനഞ്ഞാൽ കണ്ണ് പോയാൽ ഞാൻ ഉത്തരവാദിയാവൂല. അപ്പോ ഈ ഡോക്ടർ അങ്ങ് പോയി നിക്കാരത്തിന്റെ സമയമായി. ജുനൈദുൽ ബഗ്ദാദി വെള്ളം കൊണ്ടുവന്ന് ഉദൂർത്തങ്ങ് നിസ്കരിച്ചു. മൂപ്പര് പറയാ, പിന്നെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഉറക്കുന്ന് കളിഞ്ഞു നോക്കുമ്പോ എന്റെ രോഗമെല്ലാം മാറിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പൊ പിന്നെ ഞാൻ കേട്ടു ഒരു വാചകം ഇങ്ങനെ, എന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾ കണ്ണോയി വാക്കിയില്ലേ? ഫലവു എന്നൊക്കെ നിങ്ങൾ എന്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് ഒതുവെടുത്ത ആളാണല്ലേ. നിങ്ങളെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തുനിന്ന് തന്നെ നിങ്ങൾ ആരെ ചോദിച്ചാലും ഞാൻ ഒഴിവാക്കി തരും. പിന്നല്ലേ കണ്ണിന്റെ രോഗം ഒഴിവാക്കി തരും. ഇപ്പൊ കൈവപ്പില്ല ഇനി പിന്നല്ലേ കണ്ണിന്റെ പ്രശ്നം. സുബ്ഹാനല്ലാഹ്. കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് ചികിത്സക്ക് വേണ്ടി കണ്ണിനൊരു രോഗം ഇല്ലാതെ കാണുകയാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങളെ കണ്ണിങ്ങനെ സുഖമായത്? സംഭവം എല്ലാം പറഞ്ഞു. ആ സമയത്ത് ആ ഡോക്ടർ പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, മരുന്നല്ല, ഡോക്ടറല്ല. അല്ലാഹുവാണ് സുഖപ്പെടുത്തുന്നവൻ. സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള വലിയ മനക്കരുത്തുള്ള മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തുകൊണ്ടാണ് ഭക്ഷണം കൊടുത്തത് എന്ന വിവരണം നൽകിയപ്പോ ആ മജൂസി ചിന്തിക്കുന്നു, ഞാൻ തീയിനെയല്ലേ ആരാധിക്കാറുള്ളത്, അതേ സമയത്ത് ഇബ്രാഹിം എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാതിരുന്നപ്പോൾ ഇബ്രാഹിമിനെ വിളിച്ച് പടച്ചവൻ ചോദ്യം ചെയ്തുവല്ലോ. ആ പടച്ചവനെയല്ലേ ആരാധിക്കാൻ കൂടുതൽ അർഹതയുള്ളവനായി എനിക്ക് ബോധ്യപ്പെടുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മജൂസി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വെച്ച് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും പടച്ചവന്റെ വിശാലമായ കാരുണ്യം, ആ കാരുണ്യം അനുസരിച്ച് മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുന്നവരായി നമ്മുടെ ജീവിതം നയിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വലിയ വഅദ് പറയുന്ന മഹാനായിരുന്നു മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. അതിങ്ങനെ പറയുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് ഒരു 4 ദിർഹമിന്റെ ആവശ്യമുണ്ട് ഉസ്താദേ എന്നാവശ്യപ്പെട്ടപ്പോ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ വഅദിൽ പറഞ്ഞു, 4 ദിർഹം തന്നാൽ ഞാൻ 4 ദുആ നടത്തി തരും. ആര് തരും? ഈ പാവപ്പെട്ടവനൊരു 4 ദിർഹം. സുബ്ഹാനല്ലാഹ്. ഒരു കടുത്ത തോന്നിയാസം ചെയ്യുന്ന ഒരു മുതലാളി അയാളുടെ ഒരു അടിമയെ 4 ദിർഹമും കൊടുത്തിട്ട് അങ്ങാടിന്ന് ഫൂട്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞേച്ചിട്ടുണ്ട്. അയാൾ ഈ പോകുന്ന പോക്കിന് ബാഗ് കിട്ടും. അവ 4 ദുആ തരുന്നല്ലേ ബാഗിൽ ഉസ്താദ് പറഞ്ഞു.
എന്നാ പിന്നെ ഫ്രൂട്ട് വാങ്ങല അവിടെ എടുക്കട്ടെ, ഞാന് ദ്വാ വാങ്ങട്ടെ വിചാരിച്ചു. അദ്ദേഹം 4 ദിർഹം ഇങ്ങോട്ട് കൊടുത്തു. 4 ദ്വാ വേണം ഉസ്താദേ. എന്തിനാ ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഈ ദ്വാരക്കേണ്ടത് ഞാനൊരു അടിമയാണ്, എനിക്ക് മോചനം കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ അടിമത്വത്തിൽ മോചനം കൊടുക്കണേ. ഇനി എന്താ വേണ്ടത്? ഇനി എന്റെ മുതലാളി തീരെ ശരിയില്ല, ആ മുതലാളി ഒന്ന് നല്ല ആളായിട്ട് നന്നാകാൻ വേണ്ടി ദ്വാരക്കണം. അല്ലാഹുമ്മ ഹ്ദി സയ്യിദഹു, അദ്ദേഹത്തിന്റെ മുതലാളിയെ സന്മാർഗത്തിലാക്കണേ. ഇനി എന്താ വേണ്ടത്? ഇനി ഉസ്താദെ, ഞാൻ വരുമ്പോ എന്റെ 4 ദിർഹം ഉണ്ടായിരുന്നു, 4 ഇപ്പോൾ ഇവിടെ തന്ന്, അവിടെ എനിക്ക് പകരം ദിർഹം കിട്ടണോന്ന്. അപ്പൊ മഹാനവറുകൾ, അല്ലാഹുവേ ബദ്ദിൽഹു മക്കാന ദറാഹിമിഹി, അദ്ദേഹത്തിന്റെ ദിർഹമിന് പകരം നീ പകരം കൊടുക്കണേ. ഇനി എന്താ വേണ്ടത്? നാലാമത്തത് എനിക്ക് അല്ലാഹു പുറത്തു തരണം. അയാൾ പറയുന്ന ഉസ്താദിനും അല്ലാഹു പുറത്തു തരണം. പിന്നെയോ എന്റെ മുതലാളിക്കും അല്ലാഹു പുറത്തു തരണം. അതിന്റെ കൂടെ ഈ മജ്‌ലിസിലുള്ള എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു തരണം. അതിനു വേണ്ടി ദുആ ചെയ്യണം. മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളുടെ തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പൊറുക്കണേ. വലിഹാദൽ ഉലബി, ഈ ചെറുപ്പക്കാരനും പൊറുക്കണേ. വലി സയ്യിദി, അദ്ദേഹത്തിന്റെ മുതലാളിക്കും പൊറുക്കണേ. വലിഹാദൽ അഹ്ലിഹാദൽ മജ്ലിസി, മജ്ലിസിലുള്ള എല്ലാവർക്കും പൊറുത്തു തരണേ. 4 ദുആയും വാങ്ങിയിട്ട ചെറുപ്പക്കാരൻ മുതലാളിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, മുതലാളി ഫ്രൂട്ട് വാങ്ങിയിട്ടില്ല, 4 ദുആയാ വാങ്ങിയത്. ഇയാള് എന്താ വാങ്ങിയ ദുആ? വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഒന്നാമതായി ദുആ വാങ്ങിയത് എനിക്ക് മോചനം കിട്ടണമെന്നാണ്. ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റം വന്നു. മഹാന്മാരുമായുള്ള ബന്ധം ഏത് ഇരുമ്പിനെയും ഉരുക്കിക്കളഞ്ഞേക്കും. സുബ്ഹാനല്ലാഹ്, ഇത് തൊട്ടതിനെ തൊട്ടതാണ്. അല്ലേ, അടുപ്പിൽ വെച്ച് തീ, ആ തീ കൊണ്ട് ചൂടായ ചെമ്പ്, ആ ചെമ്പ് കൊണ്ട് ചൂടായ വെള്ളം, അതല്ലേ നമ്മുടെ തിളക്കുന്ന വെള്ളം. ഇനി ആ തിളക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ഒരു സൂചി കുത്തിയിട്ടെടുത്താലോ അതിനും ചൂടുണ്ടല്ലോ. തീയുമായി എത്ര അകലം വന്നു, പക്ഷേ ചൂട് ആ സൂചിക്കും കിട്ടുന്നുണ്ടല്ലോ. അതേ, ഈ മുതലാളി അവിടെ പോയിട്ടില്ല, പക്ഷേ കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കണക്ഷൻ വകയിൽ അല്ലാഹു കൊടുക്കുന്ന ബർക്കത്ത് മുതലാളിയുടെ മനസ്സങ്ങ് മാറി. ഞാൻ നിന്നെ അടിമത്വത്തിൽ മോചിപ്പിച്ചു. രണ്ടാമത് നീ ചോദിച്ചു വാങ്ങിയ ദുആ എന്താണ്? അതെന്റെ മുതലാളി ഒന്ന് നന്നാകണമെന്നാണ്. അപ്പൊ തന്നെ തീരുമാനിച്ചു, ഇനി ഞാൻ തോന്നിവാസത്തിനില്ല, ഹറാബിനില്ല, ഞാനൊരു മുത്തഖിയായി ജീവിക്കും. തൗബ ചെയ്ത് അപ്പോൾ തന്നെ നന്നായി. മൂന്നാമത്തെ ദുആ എന്താണ്? അത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, എന്റെ കയ്യിലുള്ള 4 ദിർഹമും കൊടുത്തല്ലോ, പകരം കിട്ടണോന്ന് ഞാൻ ഉസ്താദിനോട് ദുആർക്കാൻ പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തു. അപ്പൊ മുതലാളി പറഞ്ഞു, 4000 പകരം നിനക്ക് ഞാൻ തരും. 4000 പാസായി. പിന്നെന്താണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്കും അല്ലാഹ് മാപ്പ് തരണം, നിങ്ങൾക്കും അല്ലാഹ് മാപ്പ് തരണം. വഅദ് പറഞ്ഞ ഉസ്താദിനും അല്ലാഹ് മാപ്പ് കൊടുക്കണം, സദസ്സിലുള്ളവർക്കും മാപ്പ് കൊടുക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. അപ്പ ഈ മുതലാളി പറഞ്ഞു, 3 കാര്യവും ഞാൻ ഇടപെട്ട് ചെയ്യാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ്. അതേ സമയത്ത് ഇതിലെനിക്ക് പ്രവേശനമില്ല. നിനക്ക് മാപ്പ് തരാനോ, എനിക്ക് മാപ്പ് തരാനോ, ആ ഉസ്താദിന് മാപ്പ് കൊടുക്കാനോ, സദസ്സിലുള്ളവർക്ക് മാപ്പ് കൊടുക്കാനോ എന്നെ കൊണ്ട് കഴിയൂലല്ലോ. അത് അല്ലാഹുവിന്റെ അടുക്കലല്ലേ. അന്നത്തെ ദിവസം അദ്ദേഹം പോയി കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ കേൾക്കുകയാണ്, നിങ്ങൾക്ക് കഴിയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുവല്ലേ, 4ാമത്തെ കാര്യം നിങ്ങളെ കൊണ്ട് പറ്റാത്തത് നിങ്ങൾ അതാ എന്നെ ഏൽപ്പിച്ചുവല്ലേ,
നിങ്ങൾ വളരെ മോശക്കാരനായിട്ടോ 3 കാര്യം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന രാജാവായ പടച്ചവനായ ഞാൻ എന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കുമോ? ഗഫർതുലക വലിഗുലാമിക വലി മൻസൂർ ബിൻ അമ്മാർ വലി അഹ്ലി മജ്ലിസിഹി. നിനക്കും ഞാൻ പൊറുത്തു, വഅദ് പറഞ്ഞ ഉസ്താദിനും പൊറുത്തു, ആ അടിമക്കും പൊറുത്തു, സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പടച്ച റബ്ബാകുന്ന ഞാൻ മാപ്പ് കൊടുത്തു. സുഹൃത്തുക്കളെ, ഇഖ്ലാസോടെയുള്ള പ്രവർത്തനങ്ങൾ, ഇഖ്ലാസോടെയുള്ള ദുആ, ആ ദുആക്ക് വലിയ ഇജാബത്താണ്, സ്വീകാര്യതയാണ്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇൽമിന്റെ മജ്ലിസ് എന്ന നിലക്ക് ഇൽമിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഈ മഴയത്ത് ഇവിടെ വന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പ്രായമുള്ളവരും ഈ നാട്ടിലുള്ളവരും മറ്റു നാടുകളിൽ വന്നവരും, റബ്ബേ ഞങ്ങളുടെ അമല് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇഖ്ലാസുള്ള അമലാക്കണേ അല്ലാഹ്. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്.